ഹായ് ഫ്രണ്ട്സുകളെ, ചങ്കിടിപ്പുകളെ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് ഞാനിന്നുള്ളത് കുറ്റിച്ചൽ പഞ്ചായത്തിലെ മണ്ണാങ്കുണം എന്ന് പറഞ്ഞ ഊരിലാണ്, അല്ലെങ്കിൽ ഉന്നതിയിലാണ്. കുറ്റിച്ചൽ ഗ്രാമപഞ്ചായത്തും കുറ്റിച്ചൽ കുടുംബാരോഗ്യ കേന്ദ്രവും തിരുവനന്തപുരം DMO ഓഫീസും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ട്രൈബൽ മെഡിക്കൽ ക്യാമ്പാണ് മണ്ണാങ്കുണം ഉന്നതിയിൽ നടന്നത്. ആ ഊരിൽ മെഡിക്കൽ ക്യാമ്പിലെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ വിലപ്പെട്ട ഓരോ കമൻറ്റുകളും എനിക്ക് ഇപ്പം ഞാൻ ഈ ക്യാമ്പിൻ്റെ വിശേഷങ്ങൾ പൂർണ്ണമായിട്ട് ഞാൻ ആ ക്യാമ്പിന് ഓടി നടന്നപ്പോൾ കിട്ടിയ കുറേ വിശേഷങ്ങളൊക്കെയാണ് ഉള്ളത്. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ കാണുക. കഴിഞ്ഞ പ്രാവശ്യം 2 മാസം മുന്നേ നമ്മൾ ENT സ്പെഷ്യാലിറ്റി ക്യാമ്പ് വെക്കുകയുണ്ടായി. അപ്പൊ നമ്മുടെ കുറ്റിച്ചലിലെ ട്രൈബൽ മേഖലയിൽ 27 സെറ്റിൽമെന്റ് ഉള്ളതില് നമുക്ക് എല്ലാ മാസവും നിങ്ങളുടെ സെറ്റിൽമെന്റിൽ 1-2 ദിവസം എത്തുന്ന രീതിയിലാണ് നമ്മുടെ സിസ്റ്റർമാരും ഡോക്ടേഴ്സും വരുന്നത്. അപ്പൊ അങ്ങനെ രീതിയിലുള്ള മൊബൈൽ മെഡിക്കൽ ക്യാമ്പിന്റെ സഹായത്തോടെ വളരെ നല്ല രീതിയിൽ തന്നെ നമ്മൾ മൊബൈൽ മെഡിക്കൽ യൂണിറ്റ് പ്രവർത്തിച്ചു വരുന്നു. 27 സെറ്റിൽമെന്റ് ഉള്ളതിൽ ഒരു കറക്റ്റായിട്ട് 16 ക്യാമ്പ് സ്പെഷ്യാലിറ്റി ക്യാമ്പ് അഡീഷണൽ ആയിട്ട് നമ്മൾ എല്ലാ മാസവും നടത്തുന്നുണ്ട്. അപ്പോൾ ഒരു ഡോക്ടറുടെ സേവനവും JPH, JH, MLS നമ്മുടെ സിസ്റ്റർമാരുടെ സേവനവും എല്ലാവരും കമ്പൈൻഡ് ആയിട്ടാണ് നമ്മുടെ ഈ പ്രോഗ്രാം നടത്തുന്നത്. അപ്പൊ നമ്മുടെ എല്ലാ സെറ്റിൽമെന്റ് ആണകാലം 1000-കാലം 27 സെറ്റിൽമെന്റുകളിലും നമ്മൾ എല്ലാ മാസവും കൃത്യമായിട്ട് ക്യാമ്പിൽ എല്ലാവരും വരുന്നുണ്ട്. എല്ലാ രീതിയിലും നിങ്ങൾ ക്യാമ്പ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ഏകദേശം 1-2 മണിക്കൂർ നടന്നു തന്നെ നിങ്ങൾ നമ്മുടെ സൈറ്റിൽ എത്തുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഈ ക്യാമ്പിൽ നമുക്ക് ഏകദേശം 27 സെറ്റിൽമെന്റ് ഉള്ള അമ്മമാരെയും ഗർഭിണികളെയും നോക്കുന്നതാണ് ഗൈനക്കിന്റെ വിദഗ്ധ ഡോക്ടർ. പിന്നെ ENT സ്പെഷ്യാലിറ്റി ഡോക്ടർ, ENT പീഡിയാട്രിക്സ് പ്രത്യേകം നോക്കുന്ന വിദഗ്ധ ഡോക്ടറുണ്ട്. പിന്നെ സ്കിന്നിന്റെ ത്വക്ക് രോഗത്തിന്റെ വിദഗ്ധ ഡോക്ടർ. അപ്പൊ നമ്മളെ എല്ലാ ദിവസവും നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് ഇന്ന് സ്പെഷ്യലായിട്ട് ഈ ക്യാമ്പില് ഡോക്ടേഴ്സിനെ കണ്ട് എല്ലാ കാര്യങ്ങളും കർത്തവ്യം നമ്മുടെ ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ബിന്ദു മാഡം ഒത്തിരി നാളായിട്ട് നമ്മുടെ കുറ്റിച്ചലിൽ വരാൻ വേണ്ടി ആഗ്രഹിച്ചു. 1 മാസമായിട്ട് മാഡം പറയുന്നില്ല നമ്മൾ കുറ്റിച്ചലിൽ വരണം, നിങ്ങളെ എല്ലാവരെയും കാണണം എന്തെങ്കിലും ഒത്തിരി നാളോ പറയുന്നെങ്കിലും ഇപ്പോഴാണ് മാഡത്തിന് വരാൻ പറ്റുന്നത്. മാഡത്തിന്റെ ആരോഗ്യനില വളരെ ബുദ്ധിമുട്ടാണ്. എങ്കിലും മാഡം ഇത്രയും വളരെ ബുദ്ധിമുട്ടി നമ്മുടെ ട്രൈബൽ മേഖലയിൽ എത്താൻ കഴിഞ്ഞതിൽ നമുക്ക് വളരെ സന്തോഷമുണ്ട്. നമ്മൾ ബഹുമാനപ്പെട്ട മെഡിക്കൽ ഓഫീസറെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന് എനിക്ക് പ്രത്യേകം പറയേണ്ടത്, നമ്മുടെ എല്ലാ ക്യാമ്പിലും ഫസ്റ്റ് ഞാൻ ശരിക്കും പ്രസിഡന്റ് ഇത്രയും ദൂരം ഈ വരത്തില്ലെന്നാണ് ഞാൻ പലപ്പോഴും വിചാരിച്ചത്. പക്ഷെ എല്ലാ ക്യാമ്പിലും എവിടെയായാലും വീടിനോടുള്ള സെറ്റിൽമെന്റ് ആയാലും പ്രസിഡന്റ് ഫസ്റ്റ് എത്തിയിരിക്കും. അതാണ് ഇപ്പോഴത്തെ ഒരു ഇത്. പക്ഷെ ഞാൻ എത്തുന്നതിന് മുന്നേ തന്നെ പ്രസിഡന്റ് എത്തും. അത്രയും നല്ല രീതിയിൽ നിങ്ങളുടെ എല്ലാവരുടെയും സ്വന്തം നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ മണികണ്ഠൻ അവരുടെ യോഗാധ്യക്ഷനായി സ്വാഗതം ചെയ്തു. പിന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട ശ്രീദേവി മംഗൾ നിങ്ങളുടെ സ്വന്തം ആളാണ്. നമ്മുടെ എല്ലാ ക്യാമ്പിലും നമ്മളോടൊപ്പം തന്നെ സഹകരിക്കുന്ന നമ്മുടെ സ്നേഹ ബഹുമാനമുള്ള ശ്രീദേവി മംഗളെ ഞാൻ ഇതിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പിന്നെ നമ്മുടെ RCH ഓഫീസർ ഡോക്ടർ കൃഷ്ണവേണി മാഡവും നിങ്ങളുടെ കാര്യങ്ങളെല്ലാം എല്ലാ മാസവും ഓരോ ക്യാമ്പിന്റെ ഡീറ്റെയിൽസ് എന്നെ വിളിച്ച് ചോദിച്ച് നിങ്ങളുടെ ഓരോ കാര്യങ്ങൾ എന്നോട് കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കുകയും നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു തരുന്ന നമ്മുടെ RCH ഓഫീസർ കൃഷ്ണവേണി മേഡമാണ്. മാഡത്തെയും ഞാൻ സ്നേഹപൂർവ്വം ഇതിലേക്ക് സ്വാഗതം. ഞാൻ നമ്മുടെ ജില്ലാ മെഡിക്കൽ ഓഫീസിൽ
ഇപ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് ജൂനിയർ അഡ്മിനിസ്ട്രേറ്റീവ് മെഡിക്കൽ ഓഫീസറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമുക്കിപ്പോൾ PHS നിങ്ങൾക്ക് കിട്ടാത്തത്. അപ്പോൾ സ്നേഹപൂർവ്വം ഞാൻ നമ്മുടെ ക്യാമ്പിലേക്ക് സ്വാഗതം ചെയ്തു. പിന്നെ നമ്മുടെ സ്പെഷ്യാലിറ്റി ഡോക്ടർമാരായ ഡോക്ടർ അമിത് കുമാർ പീഡിയാട്രീഷ്യൻ സാറാണ് ഇന്ന് ശിശുരോഗ വിദഗ്ധനായിട്ട് നമുക്ക് വേണ്ടി സേവനം നൽകാൻ എത്തിയിരിക്കുന്നത്. നമ്മുടെ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ ബിന്ദു സുന്ദർ മേഡം നെടുമങ്ങാട് താലൂക്ക് ഹോസ്പിറ്റലിലെ ഗൈനക്കോളജിസ്റ്റ് ആണ്. അപ്പൊ അമ്മമാരും കുഞ്ഞുങ്ങളും സ്ത്രീകളുടെ എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഇന്ന് മാഡത്തെ നിങ്ങൾ കാണണം. നമ്മുടെ സ്കിൻ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ രജയശ്രീ മാഡം മുമ്പ് നമ്മുടെ ക്യാമ്പിനിവിടെ വനത്തിൽ വന്നിട്ടുള്ളതാണ്. അപ്പൊ ത്വക്ക് രോഗവുമായിട്ട് ബന്ധപ്പെട്ട എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ മാഡത്തെ കാണാം. മാഡത്തിലേക്ക് ഞാൻ ഈ യോഗത്തിലേക്ക് ആദ്യപൂർവ്വം സ്വാഗതം ചെയ്തു. പ്രിയപ്പെട്ട ജില്ലാ മെഡിക്കൽ ഓഫീസർ ഭാഗ്യമാണ് നമ്മളെ ജില്ലയുടെ ആരോഗ്യ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന അധികാരി ഇത്രയും ദൂരം സഞ്ചരിച്ച് നമ്മുടെ ഉന്നതി ഊരിലെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കി മേഡം അമ്പൂരിയിലും വെള്ളടേക്ക് വർക്ക് ചെയ്തിട്ടുണ്ട്. കുറ്റിച്ചൽ പഞ്ചായത്തിലെ 27 സെറ്റിൽമെന്റുകളിൽ ഇനി ഇവിടുന്ന് ഏകദേശം 8-9 കിലോമീറ്ററിനുള്ളിൽ ഇനിയുണ്ട് പാറ്റാമ്പാറ എന്ന് പറഞ്ഞ തുടങ്ങി ഇപ്പോഴത്തെ നമ്മളെ മെഡിക്കൽ ഓഫീസർ മറ്റു മേഡം ആരോഗ്യ പ്രവർത്തകർ ഒന്നടങ്കം ആരെയും ആ വിഷയത്തിൽ ഒഴിവാക്കി നിർത്താൻ പറ്റില്ല. എല്ലാവരും അവനവൻ്റെതായ കർത്തവ്യം സുദീർഘമായി സമയബന്ധിതമായി ചെയ്യുന്നു എന്നുള്ളതാണ് എൻ്റെ മാത്രമല്ല വിലയിരുത്തൽ. അല്ല ആരോടെയുള്ളെങ്കിലും ബഹുമാനപ്പെട്ട മരണത്തെ ചോദിക്കും. പക്ഷെ അതിൻ്റെയൊക്കെ പിന്നിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഈ ജില്ലാ മേധാവി ആ തലപ്പത്തിരിക്കുന്ന ആളുകളുടെ ഒരു എന്താണ് അതൊരു മനോഭാവം. ഇതിനകത്തൊക്കെ ആത്മാർത്ഥമായി ഇടപെടുന്നതിന്റെ പിന്നിൽ ഇവിടുത്തെ കരങ്ങളുണ്ടെന്നുള്ള കാര്യം വ്യക്തമാണ്. പഞ്ചായത്ത് പ്രസിഡന്റായ എനിക്കറിയാം താഴോട്ട് നമ്മളെ മെമ്പർമാരായാലും ജീവനക്കാരായാലും താഴോട്ട് നല്ല ഇടപെടൽ നടത്തണമെങ്കിൽ ഞാൻ ഇരിക്കേണ്ട രീതിയിലിരിക്കണം. അങ്ങനെ ഈ HIമാരിൽ വന്നതിൽ എനിക്ക് ഏറ്റവും അടുത്തുള്ള ഒന്ന് ഇദ്ദേഹവും പിന്നെ ഒന്ന് മോഹൻ. ഈ രണ്ടുപേരെയും മോഹൻദാസ് യഥാർത്ഥത്തിൽ കുറ്റിച്ചാൽ നമ്മൾ ആരോഗ്യവകുപ്പിന്റെ കീഴിൽ ഒരു ഹെൽത്ത് ഇൻസ്പെക്ടർ ഉണ്ടെന്നുള്ള അനക്കം ആളുകളിലേക്ക് എത്തിയത് ഈ മോഹൻദാസ് സാറും ജയശേഖർ സാറും വന്നതിന് യഥാർത്ഥത്തിൽ ഇദ്ദേഹത്തിന്റെ പോലീസ് പ്രൊട്ടക്ഷൻ വേണ്ടി എന്തോ പ്രോഗ്രാമിൻ്റെ മാനസികാരോഗ്യത്തിൻ്റെ വിഷയങ്ങൾ നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ മാനസികാരോഗ്യത്തിൻ്റെ ക്യാമ്പ് FHCയിൽ വരുന്നുണ്ടെന്നാണ് തോന്നുന്നത്. FHCയിൽ മാസത്തിൽ ഒരു ദിവസം കൃത്യമായ ഒരു ദിവസം വരും. അപ്പോൾ അവിടെ തന്നെ ഈ ഡി അഡിക്ഷൻ, അതായത് മദ്യപാനം, പുകവലി അങ്ങനെയുള്ള വിമുക്തി നേടാനുള്ള ചികിത്സാ രീതികളും ഈ ക്യാമ്പുകളിൽ സൈക്യാട്രിസ്റ്റ് ഒരു ടീമാണ് വരുന്നത്, കൗൺസിലിംഗ്. അപ്പോൾ ഈ ഒരു ടീം വരുമ്പോഴത്തേക്ക് നമുക്ക് ഏതൊരു മാനസിക പ്രശ്നങ്ങളും കുറച്ച് വിഷമങ്ങൾ തോന്നുന്നുണ്ടെങ്കിൽ പോലും അവിടെ പോയി സംസാരിക്കുകയൊക്കെ ചെയ്യാനുള്ള ഒരു പദ്ധതിയാണ് ഈ മാനസികാരോഗ്യം. വിവിധ പദ്ധതികൾ കേരളത്തിലാകമാനം തന്നെയുണ്ട്. പക്ഷേ ട്രൈബൽ ആദിവാസി സമൂഹത്തിന് SC/ST ഡിപ്പാർട്ട്മെൻറ്റ് കൂടുതൽ സൗകര്യങ്ങൾ സർക്കാർ ഏർപ്പെടുത്തുന്നു. അതിനുവേണ്ടി മാത്രം പ്രത്യേക പദ്ധതികളുണ്ട്. ആശുപത്രിയുടെ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താനും അതുപോലെ നമുക്ക് ട്രൈബൽ പ്രൊമോട്ടേഴ്സ് ഉണ്ട് SC/ST ഡിപ്പാർട്ട്മെൻറ്റ്. അവർ വഴി നമുക്ക് നമ്മുടെ കാര്യങ്ങൾ ആശുപത്രിയുടെ ബോധിപ്പിക്കാൻ, ആശുപത്രിയിൽ വന്നു കഴിഞ്ഞാൽ ട്രൈബൽ പ്രൊമോട്ടേഴ്സിനെ അറിയിക്കുകയും അവർ വഴി ഹോസ്പിറ്റലിൻ്റെ VRO സൂപ്രണ്ട് അറിയിക്കും. അങ്ങനെയുള്ള സൗകര്യങ്ങൾ അവിടെ നിന്ന് നേടിയെടുക്കാനുള്ള നമസ്കാരം. ആരംഭിക്കുന്ന നമ്മുടെ കുറ്റിച്ചൽ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രിയങ്കരനായ പ്രസിഡന്റ് ശ്രീ G. മണികണ്ഠൻ അവർ അറിയാനുള്ളത് പെട്ടെന്ന് ട്രീറ്റ്മെന്റ് ചെയ്യുന്നതിന് വേണ്ടി അവിടെ പറയുന്നതിന് വേണ്ടി വളരെ നല്ല സപ്പോർട്ടായിരുന്നു.
പ്രത്യേകിച്ച് അന്ന് നേരത്തെ ശ്രീദേവി മെമ്പർ പറഞ്ഞു, അന്ന് 10-15 കാലഘട്ടത്തിൽ ശ്രീദേവി മെമ്പർ ആയിരുന്നു ഇവിടെ വാർഡ് മെമ്പർ. അത് കഴിഞ്ഞ് രമേശ് മെമ്പറായി. പിന്നെയും ശ്രീദേവി മെമ്പർ തന്നെയാണ് വാർഡ് മെമ്പർ. ഇവിടുത്തെ എല്ലാ കാര്യത്തിലും പ്രൊമോട്ടർമാരായാലും പ്രത്യേകിച്ച് നമ്മുടെ വീടുകളിലൊക്കെ ഇപ്പോൾ ഇഷ്ടം പോലെ, പണ്ടുകൊണ്ട് ഇഷ്ടം പോലെ നായ്ക്കൾ, പട്ടികളുണ്ട് ഇല്ലേ? ശരിയല്ലേ? ഒരുപാടുണ്ട്. അത് നമ്മൾ വളർത്തുന്നതാണ്. പക്ഷേ ഇപ്പോൾ ഈ പേവിഷബാധയുടെ ഒരു റിസ്ക് ഉണ്ട്. അതെന്ന് പറഞ്ഞാൽ ഇപ്പം പല സ്ഥലത്തും പട്ടി കടിച്ചിട്ട് അല്ലെങ്കിൽ പട്ടി മാന്തിയിട്ട് കുത്തിവയ്പ്പ് എടുക്കാതെ മരണപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥ നാട്ടിലൊക്കെ ഉണ്ട്. പക്ഷെ നമ്മുടെ വനപ്രദേശത്ത് ഇതുവരെയും വന്നിട്ടില്ല. പക്ഷെ അതിന് വരാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. പട്ടിയുടെ നഖം കൊള്ളുകയോ അല്ലെങ്കിൽ കടിക്കുകയോ എന്ത് ചെയ്താലും ഇവിടെ കുറ്റിശ്ശേരി പരുത്തിപ്പള്ളി ആശുപത്രിയിൽ അതിനുള്ള കുത്തിവയ്പ്പുണ്ട്. എല്ലാവരും അത് എടുക്കുന്ന കാര്യം ഒന്ന് കൃത്യമായിട്ട് ഓർമ്മിച്ചിരിക്കണമെന്ന് എല്ലാവരും ഓർമ്മപ്പെടുത്തുന്നു. അതോടൊപ്പം ഇപ്പൊ എൻ്റെ കൂടെ പ്രവർത്തിച്ച ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു പ്രസിഡന്റ്. ശരി, ഞാൻ ഒറ്റയ്ക്കായിട്ട് അല്ലെങ്കിൽ ഞാനായിട്ട് ഒന്നും ഇവിടെ ചെയ്തിട്ടില്ല. ഇവിടുത്തെ നല്ല സ്റ്റാഫ് അംഗങ്ങളാണ്. അതോടൊപ്പം തന്നെ പഞ്ചായത്തിന്റെ സഹകരണമാണ്. ഇവിടെ എന്തെങ്കിലും നന്മ നടന്നിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് രാജൻ ശശികുമാരി സിസ്റ്റം 2007 തൊട്ടേ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അവരുടെ ശരീരവും മനസ്സും ഇത് ഈ ഒരു സെറ്റിൽമെന്റിനായിട്ട് തന്നെ, സെറ്റിൽമെന്റുകൾക്കായിട്ട് തന്നെ അവർ വിനിയോഗിച്ചിട്ടുണ്ടെന്ന് തന്നെ പറയാം. പിന്നെ അതോടൊപ്പം തന്നെ ആശുപത്രിയിലെ സഹപ്രവർത്തകരെല്ലാം തന്നെ നല്ലൊരു ടീമായിട്ട് പ്രവർത്തിക്കുന്നതിന്റെ ഫലമാണ്, പഞ്ചായത്തുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്നതിന്റെ ഫലമാണ് കുറ്റിച്ചലിന്റെ പേര് ഉയരങ്ങളിലേക്ക് എത്തുന്നത്. അത് ഇനിയും ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. പിന്നെ എനിക്കിവിടെ നിന്ന് മാറ്റം വന്നതിൽ എനിക്ക് ഒരുപാട് വിഷമിച്ചാണ് ഞാൻ ഇവിടെ നിന്ന് മാറിപ്പോയത്. പക്ഷെ എനിക്ക് സന്തോഷമായിട്ടുള്ളത് എൻ്റെ ഭാര്യ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ പഴയതിനേക്കാളും ഒരുപാട് മെച്ചപ്പെട്ട രീതിയിൽ ഇനിയും സഹകരിച്ച് മുന്നോട്ട് പോട്ടെ എന്ന് ആശംസിക്കുന്നു. പ്രത്യേകിച്ച് ഇന്നത്തെ ഈ ക്യാമ്പിന് മുഴുവൻ താല്പര്യം എടുത്തത് നമ്മുടെ ബഹുമാനിയായ ജില്ലാ മെഡിക്കൽ ഓഫീസർ ബിന്ദു മാഡവും അതോടൊപ്പം തന്നെ RCH ഓഫീസർ കൃഷ്ണവേണി മാഡവുമാണ്. അപ്പോൾ അവർക്ക് രണ്ടുപേർക്കും കൃത്യമായ നന്ദി അർപ്പിക്കുന്നു. ഇത് മാഡം ഒരുപാട് നാളായിട്ട് കുറ്റിശ്ശേരി വരണം, നമുക്ക് പോകണമെന്ന് പറഞ്ഞിട്ട് ഒത്തിരി കാര്യങ്ങൾ മാറ്റി. ഇവിടുന്ന് എത്തുന്ന ഒരുപാട് ഗർഭിണികൾ നമുക്ക് അവിടെ എത്തിയിട്ടുണ്ട്. പക്ഷെ ഒരു അവസ്ഥയിൽ നമുക്ക് ഇവിടുന്ന് ആൾക്കാർ എത്താനുള്ള ഒരു ബുദ്ധിമുട്ട് അവർക്കുണ്ട്. അതിൽ എനിക്ക് തോന്നുന്ന ഇടയ്ക്കൊരു ബുദ്ധിമുട്ട് ഞങ്ങൾ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ആ ഒരു അവസരത്തിൽ ഞാൻ തന്നെ ഇനിഷ്യേറ്റീവ് എടുത്ത് ഞാനൊരു ST പ്രൊമോട്ടർ ഗ്രൂപ്പ് തുടങ്ങി. അതിൽ ഞാൻ എല്ലാ പ്രൊമോട്ടേഴ്സിനെയും ആഡ് ചെയ്തിട്ടുണ്ട്. റോസതയല്ലേ നമ്മളെല്ലാം കൂടെ ആഡ് ചെയ്ത് ഇപ്പം ഞാൻ നമ്മുടെ OPയിലെത്തുന്ന STകൾക്ക് പ്രത്യേകം ഒരു ഫയൽ ഓപ്പൺ ചെയ്ത് അതിൽ രജിസ്റ്റർ ചെയ്യിപ്പിക്കും. അവരുടെ ഡെലിവറി ഡേറ്റും അതിൽ ഇപ്പോൾ മാർക്ക് ചെയ്യും. ഇവർ വിസിറ്റിന് വന്നില്ലെങ്കിൽ നമ്മൾ തിരിച്ച് വിളിപ്പിക്കുന്നുണ്ട്. തിരിച്ച് ഇവരെ കൊണ്ട് അവർ ഫോളോ അപ്പ് ചെയ്ത് വിളിപ്പിക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരു വിസിറ്റ് മിസ് ചെയ്താൽ തന്നെ നമ്മൾ ഗ്രൂപ്പിലിടുന്നുണ്ട്, ഇന്ന പേഷ്യൻ്റ് ഇന്ന ദിവസം വന്നിട്ടില്ല, പോയി വിളിച്ചോണ്ട് വരണം. കാരണം ഇനിയൊരു മെറ്റേണൽ ഡെത്തോ ഒരു ഫീറ്റൽ ഡെത്തോ നമ്മുടെ കയ്യിൽ നിന്ന് പാടില്ല എന്ന് വളരെ നിർബന്ധമുള്ള ഗൈനക്കോളജിസ്റ്റുകളാണ് ഞങ്ങൾ 4 പേരോട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വളരെ അധികം നല്ലതുപോലെ തന്നെയാണ് ഞങ്ങൾ ഈ ട്രൈബൽ സെറ്റിൽമെൻറ്റോ ട്രൈബൽ ഏരിയസിൽ വരുന്നവർക്ക് പ്രത്യേക പരിഗണന കൊടുത്തുകൊണ്ട് തന്നെയാണ് ഞങ്ങളുടെ നെടുമങ്ങാട് ഹോസ്പിറ്റലിൽ എല്ലാവരെയും നോക്കുന്നത്. പിന്നെ ഞങ്ങളുടെ ജില്ലാശുപത്രിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങളുടെ ഗൈനക്കോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഞങ്ങളുടെ റെഫറൻസ് കുറവാണ്. മെഡിക്കൽ കോളേജ് വെബ്സൈറ്റിലേക്ക് വിടുന്ന റെഫറൻസ് വളരെ വളരെ കുറവാണ്. ഞങ്ങളാൽ കഴിയുന്ന രീതിയിൽ ബ്ലഡ് ബാങ്ക് ഫെസിലിറ്റിയും എല്ലാം അപ്ഗ്രേഡ് ചെയ്ത് RCH മാഡം വന്നതിന് ശേഷം നമുക്ക് അനസ്തേഷ്യ ഫെസിലിറ്റിയും ഒരുക്കി തന്നിട്ടുണ്ട്. അപ്പം ഒരുപാട്